എന്നും അപ്പവും പുട്ടും ദോശയൊക്കെയല്ലേ കഴിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഞാൻ വേവിച്ച പഴം വെക്കാമെന്ന് വിചാരിച്ചു. അത് വളരെ എളുപ്പമാണ്. ഒരു സ്റ്റീമർ എടുക്കുക, കുറച്ച് വെള്ളം ഒഴിക്കുക, പിന്നെ പഴം വേവിക്കാൻ വെക്കുക. മറ്റേതാണെങ്കിൽ ദോശയ്ക്ക് ചമ്മന്തിക്കറി നോക്കണം, അപ്പത്തിന് മുട്ടക്കറി നോക്കണം. അതുകൊണ്ട് ഞാനൊരു വെറൈറ്റി പിടിച്ചതാണ്. നല്ല വേവിച്ച പഴം നല്ല ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് നാടൻ പഴം ആകുമ്പോഴേ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഈ പഞ്ചസാര കഴിച്ചതുപോലെ ഇരിക്കും. പഴം വേവുന്ന സമയം ഞങ്ങൾക്ക് കുറച്ച് മുറ്റമുണ്ട്. അപ്പോൾ ആ മുറ്റം കുറച്ച് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ചില ആൾക്കാർ പറയും വീടിന് നിറയെ മുറ്റം വേണമെന്നേ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ വീടിന് മുറ്റം വേണം. പക്ഷെ ഇത്രയും വലുതൊന്നും വേണ്ട. കാരണം തൂത്ത് തൂത്ത് മനുഷ്യൻ്റെ അടപ്പളവും കേട്ടോ. ഈ മുറ്റം ഇങ്ങനെ അധികം ഇല്ലാത്ത ആൾക്കാരെ ഈ മുറ്റം വേണമെന്ന് പറയുന്നത്. ആ സമയം പഴവും വെന്തു. പിന്നെ മുട്ട വേവിക്കാൻ വെച്ചായിരുന്നു. മുട്ട വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ട മുട്ട പൊട്ടില്ല എന്ന് പറയും. പക്ഷേ എനിക്ക് എന്തു പറ്റുമെന്നറിയില്ല. കുറേ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും മുട്ടയുടെ പകുതി സാധനം പുറത്ത് കിടക്കുന്നു. മുട്ട കഴിക്കുമ്പോൾ എപ്പോഴും ഹാഫ് ബോയിൽ ആയിരിക്കും നല്ലത് കേട്ടോ. നല്ല ടേസ്റ്റും ആയിരിക്കും, നമ്മുടെ ശരീരത്തിന് നല്ലത്. അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് പറക്കി പിന്നെ കല്യാണത്തിന് പോകാനുണ്ടായിരുന്നു. അങ്ങനെ കല്യാണത്തിനൊക്കെ പോയി ഉച്ചയ്ക്ക് നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.